പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയ DRDO താൽക്കാലിക ജീവനക്കാരൻ പിടിയിൽ. ഗസ്റ്റ് ഹൌസ് ജീവനക്കാരൻ മഹേന്ദ്ര പ്രസാദാണ് പിടിയിലായത്. ശാസ്ത്രജ്ഞരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും നീക്കങ്ങൾ മഹേന്ദ്ര ചോർത്തി നൽകിയെന്നാണ് വിവരം. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, നമ്മുടെ നാടിനകത്ത് തന്നെയുണ്ട് രാജ്യദ്രോഹി. ചാരനെ പിടികൂടിയിരിക്കുന്നു. അയാൾ ഗസ്റ്റ് ഹൌസിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോ ഈ DRDOയിലെ? അപ്പം ഇയാൾക്ക് എങ്ങനെയാണ് ഇത്തരം നീക്കങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ കുറച്ച് കാലമായിട്ട് ഇയാൾ ഈ പണി ചെയ്യുന്നുണ്ടാവുമല്ലോ അതിൽ. ഉറപ്പായും ഞെട്ടിക്കുന്ന കാര്യമാണ് അരുൺകുമാർ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഗസ്റ്റ് ഹൌസിലെ, ജയ്സൽമീറിലെ ഗസ്റ്റ് ഹൌസിലെ മാനേജറാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. താൽക്കാലികമായാണ് അയാൾ അവിടെ പ്രവർത്തിക്കുന്നത്. മഹേന്ദ്ര പ്രസാദ് എന്നാണ് പേര്. ഇന്നലെയാണ് ഇപ്പോൾ പോലീസ് ഇത് സംബന്ധിച്ചുള്ള അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. രാജസ്ഥാൻ CID ഇന്റലിജൻസ് ആണ് ചാരവൃത്തി കണ്ടെത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന ശാസ്ത്രജ്ഞരുണ്ടാവാം, പ്രതിരോധ മേഖലയിലെ നമ്മുടെ ശാസ്ത്രജ്ഞർ, ഒപ്പം നമ്മുടെ തന്നെ സൈനിക ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ നീക്കങ്ങൾ, യാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് ചോർത്തി നൽകി എന്നുള്ളതാണ് CID ഇന്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനയും ചോദ്യം ചെയ്യലും ആവശ്യമുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി രാജസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാൾ ദീർഘമായി തന്നെ അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു, വിവരങ്ങൾ ചോർത്തി നൽകുകയായിരുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ അതിർത്തി മേഖലകളിലൊക്കെ ഇങ്ങനെയുള്ള വിവരങ്ങൾ ചോർത്തി നൽകപ്പെട്ടാൽ വലിയ പ്രത്യാഘാതമായിരിക്കും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നിരിക്കുക എന്നൊരു ഭീഷണി കൂടി നിലനിൽക്കുകയാണ്. ഏതായാലും കടുത്ത നടപടികളിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് രാജസ്ഥാൻ പോലീസ് അറിയിക്കുന്നത്. CID ഇന്റലിജൻസ് ആണ് ഈ കാര്യം സ്ഥിരീകരിക്കുകയും ഇയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. മഹേന്ദ്ര പ്രസാദ് എന്നു പേരുള്ള ജയ്സൽമീർ സ്വദേശിയാണ് ഇപ്പോൾ രാജസ്ഥാൻ CID ഇന്റലിജൻസ് പിടികൂടിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയുന്നു. കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഇയാളെ ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ഒരു